ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നമ്മുടെ ശക്തികൾ ത്യജിക്കാൻ ഒരു വഴി പറഞ്ഞു തരണം ഗുരുവേ. പ്രതയുടെയും ഋഷിയുടെയും വാക്കുകൾ കേട്ട് ഗുരുവിന് ദേഷ്യം വന്നു. നിങ്ങളുടെ ഈ വാക്കുകളാൽ തന്നെ നിങ്ങൾ ഇരുവരും ഇപ്പോൾ മത്സ്യലോകത്ത് തന്നെ എത്രയേറെ അധിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങൾക്കിനി ഈ മത്സ്യലോകത്തിൽ സ്ഥാനമില്ല. നിങ്ങൾ ഇരുവരും ജനിച്ച ഈ കടൽ നിങ്ങൾക്കിപ്പോൾ സ്വസ്ഥതയില്ലാത്ത ജീവിതമായി അല്ലേ? നിങ്ങൾ ഈ മത്സ്യലോകം നന്നായി നോക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു മരിച്ച മഹാമത്സ്യറാണി മേഘയെയും മത്സ്യറാണി മാന്യതയെയും നിങ്ങൾ മറന്നു അല്ലേ? തന്റെ പ്രണയത്തെ മറന്ന് നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ച് യുദ്ധം ചെയ്ത യാഷിനെ നീ മറന്നു അല്ലേ പ്രത? അവരൊക്കെ ജീവൻ ത്യജിച്ചത് ഈ മത്സ്യലോകം വിജയിക്കാനായിരുന്നു. അവരെല്ലാം മരിച്ചു വീണു. പക്ഷേ മത്സ്യലോകം വിജയിച്ചെങ്കിലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ ഈ മത്സ്യലോകത്തെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങളുടെ അമ്മമാരായ മേഘയും മാന്യതയും നിങ്ങൾ ഒരിക്കലും മത്സ്യങ്ങളാവരുതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. കാരണം ഇത് മത്സ്യലോകത്തിൽ പിറന്നവരുടെ വിധിയാണ്. മത്സ്യലോകത്തെ സംരക്ഷിക്കുക എന്നത് അവരുടെ കർത്തവ്യമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മത്സ്യശക്തികൾ ത്യജിക്കാനും നിങ്ങളുടെ മക്കളെ, അതായത് മത്സ്യലോകത്തിന്റെ ഭാവി മത്സ്യങ്ങളെ പോലും മത്സ്യലോകത്ത് നിന്നും അകറ്റാനും ശ്രമിക്കുന്നു അല്ലേ? നിങ്ങൾക്കിനി ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാം. മറ്റൊന്നും പറയാനില്ലാതെ പ്രതയും ഋഷിയും അവിടെ നിന്നും പോകാനൊരുങ്ങി. പെട്ടെന്ന് ഗുരുദേവൻ പറഞ്ഞു, നിൽക്ക്, ഒന്നുകൂടി പറയാനുണ്ട്. ആരെയാണോ നിങ്ങൾ ഈ മത്സ്യലോകത്ത് നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്, ആരെയാണോ നിങ്ങൾ കടലുകൾക്കപ്പുറം പറഞ്ഞയച്ചത്, അവളുടെ വിധിയെ മാറ്റി എഴുതാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. അത് കേട്ട് പ്രതയും ഋഷിയും ഞെട്ടി. ഞെട്ടലോടെ പ്രത തുറന്നു. അതായത് പ്രാർത്ഥന? ഗുരുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, പ്രാർത്ഥന തന്നെ. കഴിഞ്ഞ 20 വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന മത്സ്യലോകത്തിന്റെ സിംഹാസനം പ്രാർത്ഥന അലങ്കരിക്കും. അവളുടെ വിധിയെ തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടയേ. ഇനി അതിന് 9 ദിനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾ എഴുതി വെച്ചോ ശേഷ മത്സ്യങ്ങളെ. ഈ മത്സ്യലോകത്തിന്റെ പുതിയ ഉത്തരാധികാരി ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ പുതിയ ഒരു കഥ രചിക്കുന്നവളായിരിക്കും. കാലങ്ങളായുള്ള 2 വംശങ്ങളുടെ ശത്രുത ഒന്നുകിൽ ഇരട്ടിക്കും, ഇല്ലെങ്കിൽ 2 വംശങ്ങളും ഒന്നാകും. ശേഷ മത്സ്യകന്യകെ, നിനക്കറിയോ, പുതിയ മത്സ്യറാണിയുടെ വരവറിയിച്ചുകൊണ്ട് ആകാശത്ത് തെളിഞ്ഞത് ഒരു വാൽ നക്ഷത്രമല്ല, 2 വാൽ നക്ഷത്രങ്ങളാ. അതും ഇരട്ട വാൽ നക്ഷത്രങ്ങൾ. അത് കേട്ടതും പ്രതയൊന്ന് ഞെട്ടി. ഇരട്ട വാൽ നക്ഷത്രങ്ങളോ? ഗുരുദേവൻ അന്നേരം തുടർന്നു. അതെ, ഒന്നുകൂടി നീ ഓർത്തു വെച്ചോ. നിന്റെ 2 മക്കളും മത്സ്യലോകത്തിന്റെ ഇതിഹാസം വീണ്ടും പുനരാവർത്തിക്കും. 20 വർഷങ്ങൾക്ക് മുമ്പ് നീ അവസാനിച്ചുവെന്ന് കരുതിയ കഥ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നിന്റെ കണ്ണിന് മുന്നിൽ സത്യങ്ങൾ കാണുമ്പോൾ സത്യമേത് മിഥ്യ ഏതെന്ന് നീ തിരിച്ചറിയാൻ കഴിയാതെ ഞെട്ടിത്തരിച്ചു പോകും. നീ അവസാനിപ്പിക്കാത്ത ആ കഥയ്ക്ക് പൂർണ്ണ വിരാമമിടുന്നത് നിന്റെ മകളായിരിക്കും. പക്ഷേ നിങ്ങൾ ഇരുവരും ഒരുപക്ഷെ അത് കാണാൻ ജീവിച്ചിരിക്കണമെന്നില്ല. കാരണം കഴിഞ്ഞ 20 വർഷങ്ങളായി നിങ്ങൾ ഈ മത്സ്യലോകത്തോട് കാണിക്കുന്നതിന്റെ ശിക്ഷ ഒരുപക്ഷെ ഇന്ദ്രദേവൻ മരണത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലെത്തിക്കും. അവസാനമായി ഒന്നുകൂടി പറയാം, നീയൊക്കെ കൂടി ഈ മത്സ്യലോകത്ത് എത്തരുത് എന്ന് പോലും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മകളില്ലേ പ്രാർത്ഥന, അവൾ നിങ്ങളെക്കാളും ബുദ്ധിമതിയാണ്. ഇത്രയും പറഞ്ഞ് ഗുരുദേവൻ ദേഷ്യപ്പെട്ട് മത്സ്യക്കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. മത്സ്യലോകത്തു നിന്നും കടൽക്കരയിലെത്തിയ പ്രതയുടെ തല കറങ്ങും പോലെ അവൾക്ക് തോന്നി. ഋഷിയേട്ടാ, എന്തൊക്കെയാ ഗുരുദേവൻ പറഞ്ഞത്? ഒരിക്കലും നമ്മുടെ മക്കളെ അങ്ങനെ മത്സ്യകന്യകയാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ചു വീണാലും ശരി തന്നെ, അവളെ ഞാൻ മത്സ്യകന്യകയാക്കില്ല. ഇത് പ്രതയുടെ ശപഥമാണ്.